നമ്മൾ ഇന്ന് ചെയ്യുന്നത് എക്സ്ചേഞ്ച് കൊണ്ടുള്ള ലോഗിൻ എങ്ങനെയാണ് അല്ലെങ്കിൽ സൈനപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ആപ്പ് തുറന്ന് സാപ്പിൽ പോയി എക്സ്ചേഞ്ച് ഓൺ തുറക്കുക. അതിൽ കൂപ്പൺ കോപ്പി ചെയ്ത് വാട്സപ്പിൽ എങ്ങനെ സൂക്ഷിക്കുക. അതിനുശേഷം അടിയിലുള്ള ആരോ മാർക്കിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് കൊണ്ട പോർട്ടലിലേക്ക് എത്തും. അവിടെ നിന്നും ഈ 3 ഇതിൽ ടച്ച് ചെയ്ത് സൈനപ്പ് ചെയ്യാത്തവരാണെങ്കിൽ സൈനപ്പ് കൊടുക്കുക. നമ്മുടെ ഡാപ്പിൽ ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. എൻ്റർ യുവർ റെഫറൽ ഐ ഡി, അതായത് റെഫറൽ ഐ ഡി ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവരാണെങ്കിൽ പുതിയ ആളുകളാണെങ്കിൽ സീനിയേഴ്സിൻ്റെ റെഫറൽ ഐ ഡി വാങ്ങി ഇവിടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം സൈനപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ സൈനപ്പ് ചെയ്തവരാണെങ്കിൽ അവരാണെങ്കിൽ നേരെ ഇവിടെ ലോഗിൻ കൊടുക്കുക. ഓക്കെ, ഇമെയിൽ ഇട്ട് കൊടുക്കുക. ഇമെയിൽ ഇട്ടതിന് ശേഷം പാസ്വേഡ് എന്നതിന് ശേഷം അത് കോപ്പി ചെയ്ത് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, OTP കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, വെരിഫൈ OTP കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എക്സ്ചേഞ്ച് തുറന്നു വരുന്നതായിരിക്കും. ഏതായാലും ലോഗിൻ ഇൻ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് വന്നു. യൂസർ ഐ ഡി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഈ 3 വരയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാലറ്റ് കാണാം. വാലറ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓവർവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഓവർവ്യൂവിൽ നമ്മൾ കൂപ്പൺ കോഡ് എടുക്കുക. കൂപ്പൺ കോഡ് റിഡംഷൻ ഇവിടെ കണ്ടില്ലേ, അതിൽ ജസ്റ്റ് കൂപ്പൺ കോഡ് ഇടാം, അത് റെഡീം ചെയ്യാം. തൽക്കാലം നിങ്ങൾ ലോഗിൻ ചെയ്യുക. കൂപ്പൺ കോഡ് നമുക്ക് റെഡീം ചെയ്യാവുന്നുള്ള ഇത് കിട്ടിയതിന് ശേഷം റെഡീം ചെയ്യുക. ചിലവരുടെ ആവുന്നുണ്ട്, ചിലവരുടെ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമാണ് തൽക്കാലം ചെയ്യേണ്ടത്.